ഇന്ന് രാജസ്ഥാൻ കളി ജയിച്ചെങ്കിൽ അതിന് ക്രെഡിറ്റ് റിയാൻ പരാഗിനുള്ളതാണ്. രാജസ്ഥാൻ ടീമിന് ഇത്രയും അധികം സ്കോർ സമ്മാനിച്ചത് പരാഗിൻ്റെ ഒറ്റയാൾ പോരാട്ടമായിരുന്നു. 84 റൺസാണ് പരാഗ് ഒറ്റയ്ക്ക് നിന്ന് അടിച്ചു കൂട്ടിയത്. പരാഗില്ലെങ്കിൽ ഇന്ന് രാജസ്ഥാൻ കളി ജയിക്കില്ലായിരുന്നു. ഇന്നത്തെ കളിയിൽ മാൻ ഓഫ് ദി മാച്ച് ലഭിച്ചത് പരാഗിനായിരുന്നു. ശേഷം താരം പറഞ്ഞ കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. അവാർഡ് വാങ്ങി റിയാൻ പരാഗ് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: എനിക്കിപ്പോൾ സന്തോഷം തോന്നുന്നുണ്ട്. രാജസ്ഥാൻ ടീമിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ എനിക്ക് ചെയ്യണം. കഴിഞ്ഞ 2-3 വർഷമായി ഞാൻ ഫ്ലോപ്പാണ്. എനിക്ക് ഒരുപാട് വിമർശനങ്ങൾ കേൾക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ആ സമയത്തും എന്നെ താങ്ങി നിർത്തിയത് സഞ്ജുവാണ്. നിനക്കും ഒരു നല്ല കാലം വരുമെന്ന് സഞ്ജു എന്നോട് അപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിന്റെ കോൺഫിഡൻസ് കളയരുത്, നല്ല ശക്തിയായിട്ട് തിരിച്ചു വരിക എന്നാണ് സഞ്ജു പറഞ്ഞത്. സഞ്ജുവിൻ്റെ ആ വാക്കുകളാണ് എനിക്ക് കോൺഫിഡൻസ് തന്നത്. അതുകൊണ്ട് ഞാൻ ഇപ്രാവശ്യം രണ്ടും കൽപ്പിച്ചാണ് വന്നിട്ടുണ്ടായിരുന്നത്. എനിക്ക് മികച്ച കളി പുറത്തെടുക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നു. രാജസ്ഥാന് വേണ്ടി ഇപ്രാവശ്യം കപ്പ് നേടിക്കൊടുക്കണം, അതാണ് എൻ്റെ ആഗ്രഹം. അതിനുവേണ്ടി ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി പുറത്തെടുക്കും. ഡൽഹി ഞങ്ങൾക്ക് ഒരു വെല്ലുവിളിയായിരുന്നു, എന്നാൽ ഞാൻ രണ്ടും കൽപ്പിച്ചായിരുന്നു. അവസാന നിമിഷം ഞാൻ അടിച്ചു കളിച്ചു. രാജസ്ഥാന് നല്ലൊരു സ്കോർ കൊടുക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചതുപോലെ തന്നെ കാര്യങ്ങൾ നടന്നു. വരുന്ന മത്സരത്തിലും ഇതേ കളി ആവർത്തിക്കുമെന്ന് റിയാൻ പരാഗ് വ്യക്തമാക്കി. 2-3 വർഷം മുൻപ് റിയാൻ പരാഗ് രാജസ്ഥാൻ ടീമിൽ കളിയാക്കുന്ന ഒരു താരമായിരുന്നു. പരിഹാസങ്ങളും വിമർശനങ്ങളും ഒരുപാട് റിയാൻ പരാഗ് കേട്ടിട്ടുണ്ടായിരുന്നു. വെറുതെ ഒരു താരത്തെ എന്തിന് കളിപ്പിക്കുന്നു എന്നാണ് ആരാധകർ ചോദിച്ചത്. എന്നിട്ട് സഞ്ജു റിയാൻ പരാഗിന് അവസരം കൊടുത്തു. ഇപ്പോഴിതാ റിയാൻ പരാഗ് രാജസ്ഥാന്റെ വിജയശില്പി ആയി മാറിയിരിക്കുകയാണ്. ഇതിന്റെ ക്രെഡിറ്റ് സഞ്ജുവിനുള്ളതാണ്. സഞ്ജു തന്ന സപ്പോർട്ടാണ് ഇതുപോലത്തെ മികച്ച ബാറ്റിംഗ് കാഴ്ചവെക്കാൻ സാധിപ്പിച്ചത്. അപ്പോൾ ഇന്നത്തെ കളിയെ പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.